ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളന്ന് ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണ് ഇടുന്നത്. ഇന്നത്തെ ഒരു ദിവസം ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ വന്ന് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അടുത്ത് തന്നെ, ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ കുടിച്ചു. ഇത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ വാർഡിലെത്തി റൂമിലേക്ക് അങ്ങനെ പോകാനുള്ളൊരു ഇതിലാണ്. അപ്പോൾ നമ്മുടെ ID നമ്പറും കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ വെയിറ്റൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അവർ നമ്മൾ ആദ്യം തന്നെ വെയിറ്റൊക്കെ നോക്കിക്കും, എന്നിട്ട് റൂമിലേക്ക് കൊണ്ടുപോകണം കേട്ടോ നമ്മളെ. എന്നിട്ട് അവിടെ ചെരുപ്പൊക്കെ ഊരിയിടാൻ പറയണ്ട. അതിൻ്റെ ഉള്ളിൽ ചെരുപ്പ് എന്നിട്ട് കയറാൻ പാടില്ല കേട്ടോ. ഒക്കെ നമ്മൾ പുറത്തിട്ടിട്ട് പോകണം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലെത്തി. ഇന്ന് ബോൺ മാര് ചെയ്യാൻ വേണ്ടി പോകാൻ കേട്ടോ. നേരത്തെത്തമാരാണ്, പക്ഷെ ഞങ്ങൾ വരാൻ നേരം വൈകി. അതുകൊണ്ട് 12 മണിക്കാണ് വരുന്നത്. ബാക്കിയൊക്കെ ഞാൻ വഴിയെ പറയാം, ഓക്കെ. പിന്നെ എന്നെ പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അവർ ടാഗ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ID നമ്പറും കാര്യങ്ങളും പേരും ഇതൊക്കെയാണ് കേട്ടോ അതിൽ കിട്ടിയിട്ട്. ഡോക്ടർ അവർ സിസ്റ്റർമാർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ബോൺമാരെടുക്കാൻ പോവാണ് നമ്മൾ. എന്താ പറയുക, ടെൻഷനായിട്ട് വയ്യ. ഇത് 4ാമത്തെയാണ്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. കുത്തിയെടുക്കുമ്പോൾ വേദന വെച്ച് നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. കണ്ട കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ്, കുറച്ച് നോട്ടാകണ്ട. സർജിക്കൽ ഗ്ലോ, പിന്നെ കുറച്ച് സൂചി സാധനങ്ങൾ, സിറിഞ്ച്, അത് ഇതിനൊക്കെ കുറച്ചും കൂടി വരാണ്ട്. ജസ്റ്റ് നേഴ്സും ഡോക്ടറൊക്കെ ആയിട്ട് കൊണ്ടുവരുള്ളൂ. അപ്പോൾ നമുക്ക് ബോൺമാരൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബോൺമാരോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സിസ്റ്റർ ഉണ്ട്, പിന്നെ ഒരു പത്തോളജിസ്റ്റ് ഉണ്ടാവും. സ്ലൈഡ് കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവരും. എന്നിട്ട് നമ്മളങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് കിടന്നിട്ട് വളച്ചിട്ട് ഇങ്ങനെ ഇതാക്കും കേട്ടോ. എന്നിട്ടാണ് ബോൺമാരോ എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടർ സ്ഥിരമായിട്ട്, എനിക്കപ്പോൾ ഒരു 3 വട്ടം ആ ഡോക്ടറാണ് എടുത്തത്. അപ്പോൾ എനിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കട്ടെ ബോൺമാരെടുത്ത സൂചിയൊക്കെ ഏതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണ് കേട്ടോ. ഇതൊക്കെയാണ് അവർ ബോൺമാരയ്ക്ക് വേണ്ടി യൂസ് ചെയ്ത സിറിഞ്ച് സാധനങ്ങൾ, ഗ്ലൗ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അവർ ഇത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ബയോപ്സിക്ക് വേണ്ടിയിട്ട് എടുത്തൊക്കെ നമുക്ക് കാണിച്ചു തന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് എടുക്കുകയാണ് സിസ്റ്റർ. കൈയും അതൊക്കെ ഇതാക്കിയിട്ട് ബ്ലഡ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവർ എടുക്കണത് തന്നെ അറിയില്ല കേട്ടോ. അതാണ്, ചിലവരൊക്കെ എടുക്കുമ്പോഴേക്കും നല്ല പെയിൻ ഉണ്ടാവും. ഇത് എടുത്ത് തന്നെ ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ബോൺമാരോ കഴിഞ്ഞു കേട്ടോ. ബില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പേ ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത കാരണം ഞാൻ ഫുഡ് ഇങ്ങനെ കഴിച്ചു. എന്നിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ ഒരു ചെറിയൊരു റെഡ് വെൽവെറ്റിൻ്റെ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ചെറുത് കഴിച്ചു. പോണ വഴിക്ക് എനിക്ക് വീണ്ടും വിശന്നു. ഞാൻ അവിടെ നിന്ന് ചോറൊന്നും ഫുള്ള് കഴിച്ചില്ല. അപ്പോൾ ഒരു ചെറിയ ചായക്കട കണ്ടപ്പോൾ ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനി അടുത്തത് വരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.